Hello, welcome back to my YouTube channel. ഇന്ന് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പാരീസിൽ വന്നിട്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലത്തോട്ടാണ്. എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയ ഈഫൽ ടവറെ കണ്ട് അത്ഭുതപ്പെട്ട്, എന്നാലും എന്നെ അതിനേക്കാളും അത്ഭുതപ്പെടുത്തിയ സ്ഥലത്തോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇന്ന് ഒറ്റയ്ക്കല്ല പോണത്. ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവരിപ്പോൾ ഉടനെ വരും. എൽദോയും നോബിളുമാണ്. അവർ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയണില്ല, ഞാൻ കാണിച്ചു തരാം. ഉഴുന്നുവട, പരിപ്പുവട എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ, ഇന്ത്യൻ മാർക്കറ്റ് ഇങ്ങനെ പുറത്തോട്ട് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്ന ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഫ്രഞ്ച് സ്ട്രീറ്റിലൊന്നും ഇങ്ങനെ ഇല്ല. ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതുപോലെയല്ല. അത് വേറൊരു ടൈപ്പാണ്. ഇവിടെ കറക്റ്റ് നമ്മളെ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിലുള്ള പോലത്തെ കടകളും എല്ലാം കാണാം. ഈ സ്ട്രീറ്റ് ഫുള്ള് തമിഴ് ഷോപ്പുകളാണ്. തമിഴെന്ന് പറഞ്ഞാൽ കൂടുതലും ശ്രീലങ്കൻ ഷോപ്പ്. എല്ലാ ഷോപ്പിൻ്റെ മുമ്പിലും ക്യാപ്റ്റൻ പ്രഭാകരൻ്റെ ഫോട്ടോയൊക്കെ കാണും. ഇവിടെ വന്ന തമിഴ്, ശ്രീലങ്കൻ തമിഴ് എല്ലാം റെഫ്യൂജികളായിട്ട് വന്ന അവർക്ക് ഇപ്പോൾ എല്ലാം അവരെല്ലാം ഫ്രഞ്ച് സിറ്റിസണാണ്. അങ്ങനെയുള്ളവരാണ് ഇവിടെ കൂടുതലും ഷോപ്പ് നടത്തുന്നത്. വന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലത്തേക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനാണ്. നമ്മൾ വന്ന ഷോപ്പ് VSCO ആണ്. നമ്മളിവിടെ എത്തി അകത്തോട്ട് കയറി ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ സ്ട്രീറ്റിലുള്ള വൺ ഓഫ് ദി ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. ഇതുപോലെ ഒരുപാടുണ്ട്. VSCO ഒരുപാട് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന VSCOയിലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഫുൾ ഇന്ത്യയിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഇവിടെയും കിട്ടും. തമിഴ് പാട്ട് തന്നെ പ്ലേ ആണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ അതിൻ്റെ അകത്ത് വീഡിയോ നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് കയറുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത് ഞാൻ ഈ സ്ട്രീറ്റ് ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള സാധനമുണ്ട്. 2 ബാഗ് നിറയുണ്ട്. ഒരു ബാഗ് ഇപ്പോൾ കാണിച്ച തമിഴ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അവിടെ കൂടെ തന്നെ നടക്കുന്നത്. ഈ തമിഴ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പാരീസിനകത്തുള്ള തമിഴ് സ്ട്രീറ്റാണ്. ഇതല്ലാതെ പാരീസിന് പുറത്ത് ലാക്കൂർനെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൂടുതലും തമിഴ് ആൾക്കാർ, അതായത് ശ്രീലങ്കൻസ്, ഇന്ത്യൻസാണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവിടെയും ഇതേപോലെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പുണ്ട്. ഒരുപാട് ഇന്ത്യൻ ഷോപ്പുണ്ട് അവിടെ. ഇതിനേക്കാളും കൂടുതൽ തമിഴ് ആൾക്കാരും ഇന്ത്യൻസും ഉള്ള സ്ഥലമാണ്. അപ്പോൾ ലാക്കൂർനെ ഞാൻ വേറൊരു ദിവസം കൊണ്ടുപോയി. ലാക്കൂർനെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇത് ലാ ഷാപ്പിൽ, ഇത് പാരീസിൻ്റെ അകത്താണ്. ഞങ്ങൾ ഇപ്പോൾ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് അമ്മ എന്നാണ്. അങ്ങോട്ട് പോവുകയാണ്. തന്നെ പറഞ്ഞു. ഞങ്ങൾ 2 റോളാണ് പറഞ്ഞത്. ബീഫ് റോളും ചായയും.
അതാ നമ്മളെ ചായ വന്ന് റോളും ചായ കൊള്ളാം. എല്ലാവരും എന്നെ ഇല്ല ബീഫ് ഉണ്ടാടി. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് സ്ട്രീറ്റ് കണ്ടല്ല ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തോ നോളെ